ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നിക്കാഹ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ കല്യാണത്തിന് അമ്മക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കൊരു പിൻട്രസ്റ്റ് ആപ്പ് വേണം ഇതിന്. എന്നിട്ട് നമുക്ക് അതിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പിൻട്രസ്റ്റിൽ നിക്കാഹ് സർട്ടിഫിക്കറ്റ് ബാക്ക്ഗ്രൗണ്ട് നടിച്ചു കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, അത് സെലക്ട് ആക്കുക. പിന്നെ ബിസ്മില്ല വേണം അതിൽ എഴുതാൻ. അപ്പോൾ ഒരു ബിസ്മില്ല കാലിഗ്രഫി എഴുതിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബിസ്മില്ല കാലിഗ്രഫിയും സെലക്ട് ചെയ്യാം. പിന്നെ ഞാനിതിൽ ഖുർആനായത്ത് ചേർക്കുന്നുണ്ട്. സൂറത്ത് റൂമിലെ 21ാമത്തെ ആയത്താണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്ന് അടിച്ചെടുത്താൽ ഫസ്റ്റിൽ കാണുന്ന സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത 2 കാലിഗ്രഫി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാം. 2 ഫോട്ടോയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ക്യാൻവ ആപ്പ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. ക്യാൻവ ആപ്പിലാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിനായിട്ട് ക്യാൻവ ആപ്പ് ഓപ്പൺ ആക്കാം. അപ്പോൾ ഞാനിപ്പോൾ A3 സൈസിലാണ് ഈ ഫ്രെയിം റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് A4 സൈസിൽ ഇത് ചെയ്യും. അപ്പം ക്യാൻവ ആപ്പ് പോയിട്ട് A3 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A3 ഇത് കിട്ടും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മളെ ബാക്ക്ഗ്രൗണ്ടില്ലേ അത് ഇതിലേക്ക് കൊടുക്കാം. അപ്പോൾ ഗാലറിയിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തത് ഇതിലേക്കാക്കിയിട്ട് ഇതിന് പറ്റിയ സൈസിലേക്ക് നമുക്ക് ആക്കാം. ഇത് നമ്മൾ കറക്റ്റ് സൈസിലേക്ക് ആക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ബിസ്മില്ലയും ഖുർആനായത്തും നമുക്ക് ഇതിലേക്ക് ആഡ് ആക്കാം. പിന്നെ ഞാൻ നെക്സ്റ്റ് ചെയ്ത കാര്യം, ഇതിൻ്റെ ഒക്കെ അർത്ഥം ഇംഗ്ലീഷിൽ ഇതിൻ്റെ അടിയിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഈ ആയത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പിൻട്രസ്റ്റ് തന്നെ അതിൻ്റെ അടിയിൽ ഇതിൻ്റെ മീനിങ് ഉണ്ടാവും. അത് ഒന്നെങ്കിൽ വാട്സപ്പിൽ എന്തിലേലൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക, ഡയറക്റ്റ് ഇതിലേക്ക് ടൈപ്പ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വാട്സപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് അതിൽ കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ആക്കുകയാണ് ചെയ്യൽ. ഡയറക്റ്റ് നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്പെല്ലിംഗ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രിൻ്റൊക്കെ എടുത്ത് ഫ്രെയിമെല്ലാം ആക്കി കഴിഞ്ഞേക്കും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരിക. അതുകൊണ്ട് ആദ്യം ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് അത് കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ആക്കാൻ ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ കോപ്പി ചെയ്ത് ചേർത്ത സാധനത്തിന് കറക്റ്റ് ഫോണ്ട് കൊടുക്കുക. അപ്പോൾ നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ല അടിപൊളി ഫോണ്ട് കൊടുത്തിട്ട് ചെയ്യാം. ഇനി അടുത്തായിട്ട് ഏതാ ആയത്ത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ സൂറത്തുൽ അറൂം ഖുർആൻ 30-21 അങ്ങനെ എഴുതി കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ദ അഗ്രിമെൻറ്റ് ഈസ് മെയ്ഡ് അക്കോർഡിംഗ് ടു ഖുർആൻ ആൻഡ് സുന്ന ടു സർട്ടിഫൈഡ് ദ മാരേജ് ഓഫ് അങ്ങനെ എഴുതി കൊടുക്കാം ചെറുതായിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ നെയിം എഴുതി കൊടുക്കണം. ഞാനിവിടെ മുകളിൽ കൊടുത്തതിൻ്റെ അതേ ഫോണ്ട് തന്നെയാണ് താഴത്ത് ഇപ്പോൾ എഴുതേണ്ടതും ഫോണ്ട് കൊടുത്തിട്ടോ. ഇനി അടുത്തായിട്ട് ഈ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ പേര് കുറച്ച് വലുതാക്കിയിട്ട് നല്ലൊരു അടിപൊളി ഫോണ്ടിൽ നമുക്ക് കൊടുക്കാം. രണ്ടാളെ പേരും എഴുതി കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ട് നമുക്കിതിൻ്റെ നിക്കാഹിൻ്റെ ഡേറ്റ് ഇതിൻ്റെ അടിയിലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഡേറ്റ് വെച്ചാൽ അത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ അറബി മാസവും ഡേറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുത്തത് ഇംഗ്ലീഷ് മാസവും സെക്കൻഡ് അറബി മാസവും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനുശേഷം നമുക്ക് ബ്രൈഡിനും ഗ്രൂമിനും സൈൻ ഇടാൻ വേണ്ടിയിട്ട് ഏറ്റവും അടിയിൽ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ ബ്രൈഡ് ഗ്രൂം എന്ന് എഴുതണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഇതേപോലെ തന്നെ എഴുതിയിട്ട് അതിനൊരു അടിപൊളി ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് അതിൻ്റെ ഫോണ്ടൊക്കെ കറക്റ്റ് ചെയ്തിട്ട് അത് ചെറുതാക്കിയിട്ട് ലെഫ്റ്റിനും റൈറ്റിലായിട്ട് വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലൈൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു സൈൻ ചെയ്യാണ് ചെയ്യുക. ഇനി നമുക്ക് അത് രണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റ് തൊട്ടിട്ട് എല്ലാം ഒന്ന് കറക്റ്റ് ഫിറ്റ് ചെയ്ത് ഇപ്പോൾ എല്ലാം റെഡി ആയല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ശരിക്കും ഓപ്ഷനിലാണ്. നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ ഒന്നുകൂടി ഇഞ്ചൊരു തൃപ്തിക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കും കേട്ടോ. ഇനി അടുത്താണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സാധാ പോലെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മളിത് തീരെ ക്ലിയർ ഉണ്ടാവില്ല. നമ്മൾ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ബ്ലറായിരിക്കും. നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ മേലോട്ട് ഒരു എയറോ ഉണ്ടാവും. അത് നോക്കിക്കഴിഞ്ഞാൽ
PDF പ്രിൻ്റ് എന്നുള്ളതുണ്ടാവും. അത് നെക്കിയിട്ടാണ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിടും. എന്നിട്ട് അതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇതിന് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്താലും അങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുക. ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്തിട്ട് ഫ്രെയിം ആക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എനിക്ക് തിരക്കിൽ ആ വീഡിയോ എടുക്കാൻ കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി ആർക്കെങ്കിലും ഇങ്ങനത്തെ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ബൈ.